ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നലെ നമ്മളെ ലാറ്റസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ടു മൂന്നാർ. എല്ലാവരും നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അജ്ഞാതി പശുക്കളുടെ വണ്ടിയിലാണ്. നമ്മുടെ ബൊലേറോയും വാഗനാറിലുമാണ് പോകുന്നത്. നമ്മളിപ്പം ഇവിടുന്ന് കയറ്റം പിടിച്ചുകൊണ്ടിരിക്കുക. ഹായ് സിനിമ, നീന് വേണ്ടി ഓസം സ്റ്റൈലേ. ഇതുപോലെ അൽഫോൺസ് ഓക്കെ. നമ്മള് ഇനിയും കുറെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തോരം ഉണ്ട്? 52 കിലോമീറ്റേഴ്സ്. അപ്പൊ എത്ര നേരം വരും? ഒരു ഒന്നൊന്നര 2 മണിക്കൂർ വരും. അൽഫോൻസിന്റെ ചിരി ഉണ്ടോ? നമ്മളിവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ നിർത്തിയതാ. എന്തോ പറ്റിയല്ലോ. ആ മഞ്ഞാട്ടോ. ഓക്കെ, നമ്മൾ നയാരയുടെ പെട്രോൾ പമ്പിൽ കയറി. എല്ലാരും ജിയോ അല്ല നയാര. കുറച്ച് ഒരു പൈസക്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മള് മൂത്രം ഒഴിക്കുകയാണ്. ഇനി നമ്മുടെ ആൽഫിയുണ്ട് ഇവിടെ, ജ്യൂസും ഉണ്ട്. ജ്യൂസും ഉണ്ട് ഇവിടെ. അൽഫോൻസോ എല്ലാരും ഉണ്ട്. അപ്പം അമ്മയൊക്കെ ജോലിക്ക് പോയേക്കുവാണ്. നമുക്കിനി അങ്ങ് പോണം. പോയി പോലെ സെറ്റ് ചെയ്യണം. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്, വാഗനാറ്. ഇവരെല്ലാരും മരിക്കാൻ കൊണ്ടുപോകാം. നമ്മള് എല്ലാരും ജീവൻ പണയം വെച്ചാണ് വരുന്നത്. നമ്മളവർക്ക് എന്ത് വേണേലും കൊടുക്കും. അൽഫിക്കൊക്കെ എന്നെ കൂടെ കയറാൻ പേടിയാണ്. ഞാൻ ഭയങ്കര സ്പീഡാണ്. ഇവർക്ക് എന്നെ പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇവർ റിവേഴ്സ് ഗിയർ വന്നിട്ട് പോലും എന്റെ അടുത്ത് എത്തുന്നില്ല. അതുപോലെ സ്പീഡാണ്. അയ്യോ. എനിവേ ഗൈസ്, ബാക്കി അൽഫി എങ്ങനെയാ മൂന്നാർ? ഇതൊന്നും മാറ്റി. മൂന്നാർ പോയിട്ട് എങ്ങനെയാ? നല്ലതാണ്. പോയില്ലേ, നമ്മളെത്തിയില്ലല്ലോ. ഒരു വീട്ടിനകത്തിന് പറയല്ലേ. മൂന്നാർ പോയിട്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്? മൂന്നാർ പോയിട്ട് നമ്മൾ തണുപ്പ് കൊള്ളാൻ പോവാണ്. അച്ചാച്ചനെ കാണിക്കാനുള്ള വകയില്ല. ഹലോ ഗൈസ് പറ. ഹായ് ഗൈസ്. നമ്മള് മൂന്നാർ പോവാ. നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. ചേച്ചി നമ്മൾ എന്തിനാ നിർത്തിയത്? സ്മൈൽ. ലിപ്സ്റ്റിക് കണ്ടോ നിങ്ങൾ? നമ്മള് ചായ കുടിക്കാൻ നിർത്തി. നമ്മള് മൂന്നാർ എത്തിയല്ലേ? മൂന്നാർ കണ്ടത്. ഒസമ സിറ്റോ. നമ്മളിപ്പോ മൂന്നാറെത്തി. നമ്മള് മൂന്നാറെത്തി. ഇനി ഇവിടുന്ന് എവിടെ പോവാ? ഇവിടുന്ന് എവിടെയാ പോകുന്നത്? നമ്മളെ എവിടെയെങ്കിലും നിർത്തുക, കഴിക്കുക. എവിടെയെങ്കിലും നിർത്തുക, കഴിക്കുക. അത്രേ ഉള്ളൂ. നമുക്കുള്ള ബട അവിടെ പാക്കിംഗ് ആണ്. വട വന്നു. നല്ല അടിപൊളി മുരിഞ്ഞ വട. എന്തൊരു രുചി. മൂന്നാറിലെ വട ആയതുകൊണ്ടായിരിക്കും അല്ലേ? ക്രിസ്പി അല്ലേ? ചേച്ചി ആക്ച്വലി നല്ല സ്ക്രിപ്പി ആയിരിക്കും. നല്ലോളാം. അൽഫോൻസ് ചായ. ഇനി അൽഫോൻസിന്റെ എക്സ്പ്രഷൻ നമുക്ക് കാണാം. ഓ അന്നെങ്കിൽ അന്നേരെ എന്നടാ പേസ് ചൊല്ലാതെ പോയാ. വിളിച്ചില്ല, അതാണ് പ്രശ്നം.
വിത്തൗട്ട് ചായ ഞാൻ നിൽക്കുന്നത്. വിത്തൗട്ടിനാണ് കുടിക്കുന്നത്? ചൊല്ലാത്തോണ്ടായിരുന്നു. നമ്മളിനി എങ്ങോട്ടാ പോകുന്നുള്ള ചർച്ചയിലാണ്. എങ്ങോട്ടാ പോകേണ്ടത് അറിയത്തില്ല. ഇനി നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള ബിഗ് ചർച്ചയിലാണ്. ചർച്ച വരുന്നത് എങ്ങോട്ടാണ് നമ്മൾ തിരിഞ്ഞത്. അൽഫോൻസ് നമ്മൾ എങ്ങോട്ട് പോകണമെന്നാണ് അൽഫോൻസിന്റെ അഭിപ്രായം. എന്തായാലും മൂന്നാറിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് എടാ പൊട്ടാ, മൂന്നാർ എത്തിയടാ. ചേട്ടാ നമ്മൾ അടുത്ത എങ്ങോട്ടാ പോകുന്നത്? ഗൈസ് നമ്മൾ എന്തായാലും മൂന്നാർ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങോട്ടാ പോകേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഉടനെ കണ്ടുപിടിക്കും. നമ്മൾ ആരും പോകാത്ത സ്ഥലങ്ങൾ, മാട്ടുപ്പെട്ടി ഡാം, എവിടെയാ പോകുന്നത്? നമ്മൾ അടുത്തത് പോകുന്നത് മൂന്നാർ കവലയിലുണ്ട്. അവിടെ നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ടാ പോകുന്നത്. ആരുടെയും ചോദിക്കാം. നമുക്കിവിടെ ഒരു ഡോറാടെ ഒരു കൂട്ടുകാരനെ കിട്ടി. അങ്ങനെ ഇതല്ലത് ടോപ്പ് വരെ പോയിട്ട് അവിടെ നിന്ന് വട്ടവട കറങ്ങി അവിടെ കറങ്ങി സൂര്യനിൽ പോകണമെങ്കിൽ ഈ റോഡ്, ഇതാ സൂര്യനിൽ എല്ലാം കൂടെ സൂര്യനിൽ സൈഡാണ്. അങ്ങനെ പിന്നെ മറയൂർ കാന്തല്ലൂർ പോകണമെങ്കിൽ ഈ റോഡ്, കാന്തല്ലൂർ മറയൂർ ഡോറയാ, നമ്മുടെ ഡോറയാ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? താങ്ക് യു. മാപ്പ് കിട്ടി. മാപ്പ് കിട്ടി. മാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അവര് മാപ്പൊക്കെ തന്നു. നേരെ എന്നടാ നമുക്ക് മാപ്പ് കിട്ടിയിട്ടുണ്ട് ചേട്ടാ. ആ മാപ്പി നോക്കി ഇനി പറയാം ഇങ്ങോട്ടാ പോകുന്നത്. ഇനിയേലും പറ. നമുക്ക് പോകേണ്ടത് സൂര്യനെല്ലി പോകണം. നമുക്ക് ഈ റൂട്ട് പോയിട്ട് ഈ റൂട്ടിലോട്ട് വന്നാലോ? ഇത് മൊത്തം കാണാനുള്ള സ്ഥലമാണോ? ഇത് മൊത്തം സ്ഥലം. ഇത് നാല് വഴിയാ. അതായത് മൂന്നാർ ടൗൺ ഇതാണെങ്കിൽ ഇങ്ങനെ വഴിയുണ്ട്, ഇങ്ങനെ വഴിയുണ്ട്, ഇങ്ങനെ വഴിയുണ്ട്, ഇങ്ങനെ വഴിയുണ്ട്. എനിവേ നിങ്ങൾ വരുമ്പോൾ ഇതാണ് നമ്മുടെ ചായ സ്പോട്ട്. കണ്ടല്ലോ, പേരെന്നാടാ? ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്റർ. അതാണ് നമ്മൾ ഇപ്പൊ വരുന്ന വഴിക്ക് തന്നെ. നമുക്ക് ഈ റൂട്ട് പോവാം. ഈ റൂട്ട് പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഈ റൂട്ട് പോവാം. ഓക്കെ, നമുക്ക് 2 റൂട്ട് കവർ ചെയ്യാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ പാർക്ക് ടവർ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ 2 റൂട്ട് പോവാം. ചിന്നാർ ടവർ, ആന്റി മറയൂര് നമുക്ക് അടുത്ത പ്രാവശ്യം പോവാം കേട്ടോ. ചന്ദനവും ശർക്കരയൊക്കെ ചന്ദനത്ത്. നമ്മളപ്പം അപ്പൊ എങ്ങോട്ടാ? മേല് ചേട്ടേ, അതേത് ചേട്ടേ പോകുന്നേ? മേലോട്ടുള്ള റൂട്ടിന്റെ പേരെന്നാ? എന്നാ ടൂറാ? നമ്മൾ ടോപ്പ് ടൂറിലേക്കാണ് പോകുന്നത്. ടോപ്പ് ഓഫ് ദ മൂന്നാർ ടൂർ ഓഫ് ദ. നിങ്ങൾ വരുമ്പോൾ ഈ കടയിൽ കയറിയാൽ ഈ കടയിൽ എല്ലാവരും എല്ലാം പറഞ്ഞു തരും. ചെറിയ ചായക്കട ഇവിടെ ഇരിക്കും. അതിന്റെ ആ സൈഡും വഴി കയറി കഴിഞ്ഞാൽ ഇത് ഒരു വലിയ ചായക്കടയാണ്. ഫാസ്റ്റ് ഫുഡ് ചായക്കടയുടെ പേര് ഫാസ്റ്റ് ഫുഡ്. അനുഭവം ചായക്കട കയറി കഴിഞ്ഞാൽ അവർ ഇതുപോലെ മാപ്പ് തരും. നമ്മൾ ഈ മാപ്പ് നോക്കിയാൽ എങ്ങോട്ട് പോകണം നമുക്ക് തീരുമാനിക്കാം. അപ്പം ബൈ ബൈ. 40 കിലോമീറ്റർ ഉണ്ട്. 40 കിലോമീറ്റർ ഉണ്ടെന്ന് ചേട്ടൻ നോക്കി പറയാം. ഓ ഗായ്സ്, പച്ച ജീപ്പ്. അപ്പം നമ്മളത് ആദ്യത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടി ക്ലച്ചിലിട്ട് ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് വേണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. എല്ലാം വലിച്ചിട്ടുണ്ട്. വണ്ടി എടുത്ത് വണ്ടി തുറന്നു. വണ്ടി പാർക്ക് ചെയ്ത് ഗൈസ്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അൽഫോൻസേ, വാട്ട് ഈസ് യുവർ ഫസ്റ്റ്? ശരി, പേജ് നമുക്ക് പോയി നോക്കിട്ട് വരാം. നമുക്ക് പോയി നോക്കിട്ട് വരാം. നമ്മള് സ്ട്രോബെറി പാർക്ക് പോവാണ്. സ്ട്രോബെറി പാർക്ക് നമ്മൾ കാണുന്നില്ല. ഇവിടെ സ്ട്രോബെറി ഒന്നും കാണുന്നില്ല, ചെടി കാണുന്നുണ്ട്. സ്ട്രോബെറി ഒഴിച്ച് ബാക്കി എല്ലാം കാണുന്നുണ്ട്. ഒത്തിരി തണുപ്പൊന്നുമില്ല, ചെറിയൊരു ഇളം തണുപ്പ് അത്രേ ഉള്ളൂ അല്ലെ? പിന്നെ അല്ല ഒരു ചെറിയ അത്രയൊന്നും AC ഇടുന്ന തണുപ്പൊന്നുമില്ല. ഇല്ല, AC ഇട്ടിട്ട് ജനല് തുറക്കുന്ന അത്ര തണുപ്പല്ലേ? അത് കറക്റ്റല്ലേ? ഇപ്പൊ ഒരു കാറ്റിടിക്കുമ്പോ ഒരു തണുപ്പുണ്ടല്ലേ? AC ഓഫ് ആക്കിയതാ. അപ്പൊ നമ്മള് പറഞ്ഞല്ലോ, നമ്മളിവിടെ സ്ട്രോബെറി പോയിട്ട് സ്ട്രോബെറിയുടെ
നമുക്ക് സ്ട്രോബെറി കണ്ടാ അറിയാം, കാരണം നമ്മള് സ്ഥിരം വീട്ടില് ഇവന്റെ വീട്ടില് സ്ട്രോബെറി ഉള്ളത്. സ്ട്രോബെറിക്ക് വലിപ്പക്കുള്ള തക്കാളിയാണ്. അതെ, ഇവിടെ സ്ട്രോബെറി വലിപ്പം കൂടി വട്ടത്തിൽ ചുമന്ന കളറിലായിരിക്കും. അവര് സ്ട്രോബെറി ഇല്ല ഗൈസ്, ഇവിടെ സ്ട്രോബെറി ഇല്ല. ഞങ്ങളോട് ജനുവരി വരാൻ പറഞ്ഞു. ജനുവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് സ്ട്രോബെറി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചു വല്ല തക്കാളി വെച്ച് സ്കാം ആക്കി ചേഞ്ച് ചെയ്യാവും. അവിടെ കുറച്ച് പാവങ്ങള് വരല്ലേ വരല്ലേ, ഹായ് അല്ല വരല്ലേ വരല്ലേ, അല്ലേ ക്യാബേജ് ഫാം, ബാക്കി പലചരക്കെല്ലാം ഉണ്ട് സ്ട്രോബെറി ഒഴിച്ച്. നമുക്ക് പോയിട്ട് ജനുവരി വന്നാ കുഴപ്പമില്ല. ശനി നമ്മള് അപ്പൊ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇതാ പറഞ്ഞ ഉച്ചയ്ക്ക് മുമ്പ് തീരും. ഇപ്രാവശ്യം അവർ ഇറക്കിയില്ലെന്ന്. അപ്പൊ ലാഭമായാലും അപ്പൊ അവരോട് പറഞ്ഞത് സ്ട്രോബെറി ഇല്ല, ബാക്കിയല്ലേ അവിടെ തക്കാളി ഉണ്ട്, പിന്നെ ക്യാബേജ്. ഹാപ്പിയല്ലേ, സ്ട്രോബെറി ഒക്കെ ഉണ്ടല്ലേ, മനസ്സ് സന്തോഷമായില്ലേ? ഇത് കണ്ണ് വരെ നിറഞ്ഞ്. ഏട്ടാ ആന കൊടുത്താലും ആശ കൊടുക്കരുത് അറിയട്ടെ. ദിസ് ഈസ് ഗവൺമെന്റ് ഹമാരാ ഗവൺമെന്റ് കാ. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനല്ല, എനിക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് ഇവിടെ എല്ലാ വർഷവും സ്ട്രോബെറി വേണമെന്നാണ് അല്ലേ? അതെ അതെ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കിധർ? ആ ഗൈസ്, അണ്ണൻ തന്നെ മാപ്പ്, നമ്മള് അണ്ണന്റെ മാപ്പ് അനുസരിച്ചുള്ളിടത്ത് പോയില്ല. നമ്മളിനി പോകാൻ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. ആ മാട്ടുപ്പെട്ടി കോയിൽ അവിടെ പോയി നമുക്ക് ഡാൻസ് കളിക്കാം അല്ലേ? അത് നല്ലൊരു തീരുമാനമായിരിക്കും അല്ലേ? ദിവസം മാപ്പ് കാണിച്ചാൽ നമ്മുടെ ഇതാണ് മാപ്പ്, ഇതാണ് ബുജി. അപ്പൊ ഗൈസ് ഓ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്, മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമിലെത്തിയിട്ടുണ്ട്. ഇതെന്ത് ജീവി? പാർക്കിംഗ് ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാം, മുന്നോട്ട് പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മളിവിടെ നിർത്തിയതേ ഉള്ളൂ. ഹായ് അൽഫി. നല്ല കളർ വരും. അപ്പൊ നമ്മള് എവിടെ എത്തി? മാട്ടുപ്പെട്ടി കോയിലിലെ മാമൻ വെച്ച മനസ്സ് വെച്ച മാട്ടുപ്പെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകേണ്ട നമുക്ക് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഗൈസ്, മാട്ടുപ്പെട്ടി ഡാം. कैन यू सी दैट? उधर है, मैं हम जा रहा है, हम सब उधर में जा रहा है. हाँ क्या उधर में जा रहा है. एक पुलिसमैन स्पॉटेड है और इधर सब इधर में चोलम टमाटो पानी पूरी सब कुछ है. बहुत अच्छी प्लेस है. हम भी क्या करेंगे? हमको नहीं मालूम क्या करने के लिए हम इधर आई. फिर हम चलती होंगी चलती है. हमारा डाम हमारा स्पॉटर है. हमारा आंखों के पीछे हमारा डाम इधर है. एक पुलिसमैन इधर है, आप ही पुलिसमैन लाइफ. उधर हमारा डाम है. उस डाम के पानी उस स्टेप में जा रही है, आ रही है, में कूद रही है. അങ്ങനെ കേട്ടത് അറിയാതെ വസതി പറഞ്ഞാൽ മതി. താഴോട്ട് ചാടിക്കൊണ്ടിരിക്കും. डाम के एक शटर ओपन करती करा है. सब करा में बहुत पानी है. സീരിയസ് ആവും ഗൈസ്. ഇത് നമ്മള്
ലൈലാസുരൻ ഇതാ നമ്മൾ ഓവർടേക്ക് ചെയ്ത് സീനായിട്ട് ഓവർടേക്ക് ചെയ്ത് കാണത്തില്ല, സോറി. അങ്ങോട്ട് നോക്കൂ ഗൈസ്, ജലപ്രളയം അല്ല ജലപ്രളയം. ഹംകോ ഗൈസ്, ഇതാ ഇവിടുത്തെ വെള്ളം കെട്ടി നിർത്തി ആ സ്റ്റെപ്പേ കൂടെ ഒഴുക്കി വിടാനാണ് ഈ പാലം പണിതിരിക്കുന്നത്. എന്നാണ് നമുക്ക് ഇത്രയും നേരം കൊണ്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ഇവിടെ നിറച്ചും തിരക്കാണ് കേട്ടോ, ഫുള്ള് ആൾക്കാരാണ്, തിരക്കാണ്. इस दोनों गार्डियंस के साथ पीछे जा रही और व्यू देख रहे हैं हम, बहुत अच्छा है. हम उसका मेरा अच्छा उसमें वो है मेरा अच्छा इसे. एक लड़का कैमरा का काल में कटती और शॉट्स ഗൈസ്. എനിവേ ഗൈസ്, നമ്മളിത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പുറം പോവാം ഗൈസ്. വാട്ടർ ഈസ് നോട്ട് എ ബ്യൂട്ടിഫുൾ സ്കൈ അല്ല, ബ്യൂട്ടിഫുൾ വാട്ടർ ഗൈസ്. वो देखो, അങ്ങോട്ട് നോക്കൂ ഗൈസ്, ഇറ്റ്സ് നൈസ് അല്ലേ. everyone is walking. हमारा ചേട്ടായി ഉദര ഇപ്പൊ ചേട്ടനെ വണ്ടി ഇടിക്കണം. ആയി ഗൈസ്, നമ്മൾ ഇതാണ് മാട്ടുപിടിത്തം. ഇവിടെ കാണാൻ കുറെ ഉണ്ടെന്നാണ്. ഒരുപാടുണ്ട് വെള്ളങ്ങൾ. നിങ്ങള് ഓരോ തിരകൾ നിങ്ങൾ നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ബോട്ടിംഗ് ഉണ്ട്, നമുക്ക് വേണേൽ ബോട്ടിങ്ങിന് പോവാം. പക്ഷെ നമ്മള് പോകത്തില്ല. അല്ലെ പോണോ? പോണേ പോവാം. പക്ഷെ ഇവിടെ ഒത്തിരി സമാധാനത്തിന്റെ പാതയാണ്. ഇതൊരു കൂടിയ ബസ്സാണ് നമ്മളെ. എന്ത് ബസ്സാ? അപ്പൊ കുറഞ്ഞ ബസ്. നമ്മളൊരു മുട്ടറ്റലേനെ കണ്ടിരിക്കുന്നു. മുട്ടറ്റലെ അവൻ നമ്മളെ കണ്ടില്ല ഗൈസ്, അവൻ പോയി. കൃഷ്ണൻ വരുന്നുണ്ട്, അപ്പുറം വേറെ വണ്ടി വരുന്നുണ്ട്. തോര വണ്ടി. എന്നാ നമുക്ക് പോയി കാർ എടുത്തിട്ട് വരാം ഗൈസ്. ചലോ ഹം കാർ എടുത്ത് കയറിയ നമ്മളിങ്ങനെ പോയി കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവരുമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അതെ, നമുക്കിനി ഇവിടെ എല്ലാം കൊണ്ടുവന്ന് ഞാനിവിടെ കൊണ്ട് 2 തവണ വണ്ടി നിർത്തി കഴിയുമ്പം ഇവിടെ എല്ലാം കിട്ടും. ഹായ്. അയ്യോ കൃഷ്ണൻ വന്നു ഗൈസ്. കൃഷ്ണനല്ലേ, കൃഷ്ണാന്നേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഇവിടെ അവിടെ നിന്ന് വരെ നടന്ന് വണ്ടി എടുക്കണം. ഭയങ്കര തിരക്കാണ്. റഷ് റോഡ്. നമ്മൾ കാറ് നമുക്ക് ഇങ്ങോട്ട് പോകാൻ അറിയത്തില്ലായിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ കൊണ്ട് അവിടെ ഇവിടെ നിർത്തി ഓടി പോകാനാണെങ്കിൽ ആൾക്കാർക്ക് മടുപ്പടിക്കും ഗൈസ്. നമ്മുടെ ഗൈഡ് കൊള്ളത്തില്ല ഗൈസ്, ഒട്ടും കൊള്ളത്തില്ല. നമ്മളോട് ടൂർ കോർഡിനേറ്റർ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടാണ് വ്യൂ കാണുന്നത്. ഇത് ഗൈസ്, നമ്മുടെ ടൂർ കോർഡിനേറ്ററിന്റെ ആ ഒരു സംഭവം ശരിയായി വന്നിരുന്നില്ല. ഇനിയിപ്പോ മേ ബി നമുക്ക് മൂന്നാർ അത്ര വലിയ നമ്മളങ്ങ് മൈസൂർ ഊട്ടിയൊക്കെ ആയിരുന്നെങ്കിലല്ലേ. നമുക്ക് ഇനി പോകാം. നമുക്കിനി അടുത്ത വണ്ടി എടുത്തിട്ട് അവിടെ ചെന്ന് എടുത്തിട്ട് വരാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ആനയെ കണ്ടിരിക്കുകയാണ്. ആന ആനേനെ വിളിക്കുക. അതെ, വിളി കേട്ടട്ടാ गाइस. നമ്മൾ आने की बात हम एको पॉइंट में आती है. നമ്മൾ എക്കോ പോയിന്റ് എത്തി. ചേച്ചി എന്തോ പറഞ്ഞു, കാര്യമായിട്ട് എന്തോ പറഞ്ഞു. എന്തോ ചേട്ടാ എഴുതി പിടിച്ചോണ്ട് വന്ന ഫലിതങ്ങൾ, തോമലിതങ്ങൾ. ഗൈസ്, നല്ല കാറ്റുണ്ട് അല്ലെ, നല്ല തണുപ്പുള്ള സന്ധി. ഗൈസ്, ഇവിടെ ഒത്തിരി കടയുണ്ട്. നമുക്ക് ഇങ്ങനെ നല്ല നല്ല കടകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു കണ്ണാടി മേടിച്ചാല് ഏടാ ജ്യൂസ്. ആ കപ്പൽ മേടിച്ചു. ആ കപ്പൽ മേടിച്ച് നമുക്ക് വെള്ളത്തിൽ ഒഴുകി വിട്ടാല്. ഗൈസ്, നമ്മളിനി എക്കോ പോയിന്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒത്തിരി ലാഗടിപ്പിക്കും. നമുക്ക് എക്കോ പോയിന്റ് ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി എത്തി. ഇപ്പൊ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് എക്കോ പോയിന്റ്. ഇവിടെ നിന്ന് കൂവിയാൽ
ഒരു കാര്യമില്ല, നമ്മളാണ് ഇവിടെ ചെന്നിനി പോകാൻ പോകുന്നത്. ലെറ്റ് സി അത്യാവശ്യം നല്ല റഷുണ്ട്. എനിവേ വി ആർ ഗോയിങ്. ഇതാണ് എൻട്രൻസ്. നോ സ്മോക്കിംഗ്. എൻട്രൻസ് ഫീ 10 രൂപ. പാസ് ഉണ്ട്. നമുക്ക് നോക്കാം. അയ്യോ, so many peoples. ചേട്ടാ നമുക്ക് ചെയ്താലോ? എത്ര രൂപയാവും? നല്ല പൈസ ആവും. നമുക്ക് പൈസ ഇല്ല, അത് നമുക്ക് വലിയ കാശ് കേട്ട് നമ്മളെ വേണം. നമുക്ക് ഇതിങ്ങളേതാ ചേപ്പ പിള്ളേരേതാ? നമ്മുടെ പള്ളിയിലല്ല ഇത്. നമുക്കിത് നോക്കാം. നമുക്ക് കയാക്കിങ് നോക്കാം. വലിയ ഫണ്ടൊന്നും ഇല്ലെങ്കിൽ പൈസ ഒന്നും ഫ്രീ ആണ്. നമുക്ക് ഇറങ്ങി അഷ്യൂറാണ് നമ്മൾ അഷ്യൂർ ചെയ്തു. സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഈ പേട്ട പിള്ളേരായിട്ട് സിനിമ നമുക്കിത് ഇതുണ്ടോ നല്ലൊരു വ്യൂ ആണ്. എല്ലാരും മസ്റ്റ് നമ്മളെന്ന് പറയാനൊന്നുമില്ല, ചുമ്മാ ഇവിടെ വന്നിങ്ങനെ സമയം കാലം എത്ര ഉള്ളു. ഒന്ന് പോയി എത്ര രൂപ? അല്ല പോടാ, ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ 100 രൂപ. അതുകൊണ്ട് ഇറങ്ങാട്ടെ. നമുക്കൊന്നുകൂടെ നോക്കാം. ഗൈസ് കേൾക്കുന്നുണ്ടോ? നമ്മളെ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഒന്നുകൂടെ പോകാൻ കേൾക്കുന്നുണ്ടോ? നോക്കോ. അങ്ങ് അപ്പുറം മേലല്ലേ ഇത്? ഇന്നോട് ആൽഫോൺസ് പോവ്. വന്ന് അതെ. അയ്യോ, ഒരു ശവം പോകുന്നു കണ്ടോ? ഒരു ശവം. ചേട്ടൻ നമ്മുടെ ആളല്ല കേട്ടെ, നമ്മുടെ ആള് തന്നെയാ പുറകിരിക്കുന്നത്. കണ്ടോ? ആനയൊക്കെയാണ് സഹിച്ച് നിൽക്കുന്നത്. ഉമ്മ ബാപ്പാ. അങ്ങനെ വേണം ഫോട്ടോ. എന്റെ സ്റ്റൈലല്ലേ, സ്റ്റൈലിനത്തെ ഫിഗറല്ലേ? ഫിഗർ നീ ഇടുപേടിക്കല്ലോ. എടാ ഫോട്ടോ എടുക്കടാ പുല്ലേ. ക്യാരറ്റിന് കയ്പാടാ. ക്യാരറ്റ് തീരൂലോ. നമ്മള് ഉച്ചക്ക് കഴിക്കാൻ കയറിയേക്കുവാണ്. ഇത് കേട്ടോ, ഒത്തിരി വേണ്ടെന്ന് നിനക്കുള്ളത് നീ എടുത്തോ. നമ്മള് പേര് എഴുതി വെച്ചാൽ അൽഫോൺസ്. പേരൊന്ന് ഇവിടെയാ വാഷിംഗ്. കൈ കഴുകി. അയ്യോ ചേട്ടൻ മാറിണ്ട്. എനിക്ക് ചെറിയ പൊതി. പേര് കാണിക്കേ. നേരി ചേട്ടന്റെ പേര് കാണിക്കട്ടെ. അയ്യോ എനിക്കില്ലേ? എന്റെ പൊന്നെ, എനിക്കും കൂടെ തായോ. ചാച്ചു എല്ലാവർക്കും ഉണ്ട് കേസ്. എല്ലാവർക്കും പൊതി കിട്ടിയില്ലേ? എല്ലാരും എന്നിട്ട് ഓരോ കല്ലുവഴി പോയിരുന്നു. എല്ലാരും ഓരോ കാലം ഡിസ്റ്റൻസ് ഇട്ടിരിക്കളെ. മീമർത്തം ഒന്നും എടുക്കല്ലേ വേറെ. നമ്മൾ അടിപൊളി ഇത് കണ്ടോ? ലേക്ക് ആന്റിന് അങ്ങേറ്റം പോവാ. അതിനകത്ത് വേറെന്തോ ഉണ്ടേ.
ആന്റി വേറെന്തോ ഉണ്ട് അതിൻ്റെ അകത്ത്. സന്തോഷാമേ അമ്മ. ആ ഇങ്ങനെ അങ്ങ് പോവാ. നമ്മളിങ്ങനെ ഓരോ കല്ല് വെച്ചിരിക്കുക. നമുക്കിനി കഴിക്കാം. ഞാൻ എൻ്റെ പൊതി എടുക്കട്ടെ. ഇത് കണ്ടോ, നമ്മളെ ഇത്രയും ലക്ഷറസ് ആയിട്ട് സ്വർഗം സ്വർഗം. ഫീലിംഗ് സോ ഗുഡ്. ആന്റിയുടെ ചിക്കൻ വറുത്തുണ്ട്, എനിക്ക് ഉറപ്പാത്. വരുക റോസമ്മേ, അവിടെ ഇരുന്നമ്മ എങ്ങനെ കഴിക്കുമേ? അപ്പൊ ഇല എങ്ങനെ തുറക്കുന്നേ? അമ്മ അവിടെ വല്ലതും പോയി ഇരിക്കാൻ മേലായിരുന്നോ? ഗൈസ് ഇത് കണ്ടോ ഗൈസ്, നല്ല അമ്പടി, നല്ല മുളക് പൊട്ടിച്ചതെടുത്ത് അങ്ങോട്ട് വെച്ച് നല്ല മീനും മോര് പയറ്. അൽഫാൻസേ സ്വർഗം. ഗൈസ് അവിടെ നമ്മൾ കുരങ്ങന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗൈസ് ആ മരത്തിലൊരു കുരങ്ങൻ ഇരിപ്പുണ്ട്. എനിവേ നമ്മള് വേഗം കഴിക്കുവാണ്. ജ്യൂസ് പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചു. ഇവരെ കണ്ടെങ്കിൽ ഒരു കലിപ്പ് സീനെ. നമ്മളെ തിരക്കിയത് കുറച്ച് പേര് വരുന്നുണ്ട്. ഇതുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട്. ഒരു ഗ്യാങ് വരുന്നുണ്ട്. വള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാണാ നിങ്ങക്ക് ഉണ്ടോ? ഒരുത്തനൊക്കെ ഇരിക്കുന്നുണ്ടോ? എവിടെ? ഓ കാണത്തില്ലായിരിക്കും. ഗൈസ് വന്ന് ഗൈസ് ഇരുമച്ചാലൊക്കെ ഇവിടെ എത്തി. കണ്ടോ ഞാൻ ഒരു സാധനം കാണിച്ചു, അത് ഇങ്ങോട്ട് വരുന്നതാണോ? ചമ്മിപ്പോയി. അന്യായ വിഷമൊക്കെ ഉള്ളവന്മാരുണ്ട്. ഒരുത്തര ആ വള്ളി താഴെ പോയി. കല്ലേ കടന്ന് കളിയാ അല്ലേ? ഭീകര. അയ്യോ എന്റെ അയ്യേ. ഓഹോ ബാഹുബലിയ. ഭീകര അസുര സൗഖ്യദാത ഉച്ഛല ധീര. ഓ ഭീകര അസുര സൗഖ്യദാത. മച്ചതേടാ അവന്മാരെ സിഗ്നൽ കൊടുക്കുന്നേ. ഇവരങ്ങോട്ട് തിരിഞ്ഞ് പതുക്കെ ഇറങ്ങുവാണേ. അമ്മാരെല്ലാരും അഭിനയിക്കുന്നത്. അത് കൊള്ളാല്ലേ. എടാ വിടറാ പറ്റിയത്. അയ്യോ അതിന് നിന്നെ നിങ്ങൾ സൂത്രം കാണിക്കട്ടെ. ആ പുല്ല് കണ്ടോ? പുല്ലിന്റെ അവിടെ ഒരു വച്ചാലുണ്ടോ? ഓഹോ പുല്ലിനൊക്കെ കയ്പാണല്ലോ. രണ്ടുപേരുണ്ട്. ആ പുല്ലിന്റെ അവിടെ ഉണ്ടോ? പച്ചപ്പുല്ലുണ്ട്. കണ്ട് ആ കൊറേ രണ്ടെണ്ണം ഇരിക്കുന്നതിന്റെ ഇവിടെ. ഈ പുല്ലൊക്കെ ആരാ ഇവിടെ കൃഷി ചെയ്യുന്നേ? പുല്ലിനൊക്കെ എന്നാ ഇപ്പൊ വില? ഓ ഞങ്ങള് കണ്ടില്ലേ? ആരെങ്കിലും ഉണ്ടോ? തീരെ കുഞ്ഞു കണ്ടോ? ഞാൻ ഇവിടെ എന്തോ കുഴിച്ചിട്ടായിരുന്നു. നമുക്ക് തിരിക്കാം. നമുക്ക് അടുത്തത് കുണ്ടല ഡാം. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോകുന്നു. ടോപ്പ് സ്റ്റേഷനിൽ നമ്മൾ തിരിച്ചിറങ്ങുന്നു. അയ്യോ തിരിച്ചു മറ്റേ വാല പിടിക്കാൻ പോവാ. ഗൈസ് എന്നെ ഒന്ന് അവരാള് കൊള്ളാലോ. ഇടിച്ചിട്ട് ഓടി. അയ്യോ എന്നെ തടല്ലേ. മച്ചാൻ ഇവിടെ വരെ വിളിച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ
അത് കണ്ടോ അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് തെറിക്കാതെ. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ജോസു എവിടെയാ? കുണ്ടള ഡാമിൽ നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ വിഷ്വൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിന് ആ സൈഡിലെ നെറ്റില്ല. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ നിറച്ചും കൊരങ്ങനാണ് അല്ലേ? കൊരങ്ങനായിരുന്നു. ഞങ്ങളെ ആക്രമിക്കാനൊക്കെ വന്ന് അൽഫോൻസിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഗെറ്റിക്കൊണ്ട് കാണുന്നില്ലായിരുന്നു. എനിവേ നമ്മളത് കുണ്ടള ഡാമിന്റെ മേളിലൂടെയാണ്. കുണ്ടള ഡാം ചില കൊരങ്ങന്മാരും കൊണ്ട് വെച്ചേക്കുന്നതായിരിക്കും. എനിവേ അതെ നമ്മളത് കുണ്ടള ഡാമിന്റെ മേളിൽ കൂടിയാണ് നടക്കുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ കുണ്ടള ഡാം. കുണ്ടള ഡാം കുണ്ടള ഇതുണ്ടോ? കുണ്ടള ഡാം നല്ലൊരു ഡാമാണ് നമ്മൾ കാണുകൊണ്ടിരിക്കുന്നത് അല്ലെ? നല്ലൊരു ഡാമിന്റെ പ്രകൃതിക്കാനാണ് നമ്മളെ കുണ്ടള ഡാം. അതെ, ഒരു കുണ്ടള ഡാം എന്ന് പറയുമ്പോൾ അതിന്റേതായ അങ്ങോട്ടുണ്ട് കേട്ടോ. സംതിങ് പൈൻ ഫോറസ്റ്റ് മാട്ട് മിഷൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പെരുത്തിഷ്ടായി. ഗൈസ് വി ഫൗണ്ട് ദാറ്റ്. ഓ ഗൈസ് അടിപൊളി. ഇതിലെ താഴോട്ട് ഇറങ്ങാവോ? കൂട്ടിയോ? ഇച്ചിരി കൂട്ടിട്ടോ ഇല്ല, താഴോട്ട് ഇറങ്ങായിരുന്നു. അത്യാവശ്യമായിട്ട് പറഞ്ഞ സോറി ഞാൻ പാവപ്പെട്ട വീട്ടില് ആരെങ്കിലും അറിയാതെ അത് മാറ്റി വെക്ക്. ചേട്ടാ വാശിക്ക് തിന്നുക. പിടിക്കാനോ പാവപ്പെട്ട വീട്ടിലൊരു ചെറുക്കനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ അതെടുത്ത് സ്റ്റോർ ചെയ്യുവോ കവളിന്റെ അകത്ത്. ഇപ്പൊ കൊരങ്ങ വന്ന് ഞാൻ എടുക്കാൻ ബാക്കിയത്. ഇപ്പൊ ശരിയായി. എടാ എവിടെ പോവാ? തിന്നാൻ കിട്ടിയപ്പോ ആളെ വേണ്ടേ? ഒന്ന് ചിരിച്ചേ, ഇങ്ങോട്ട് നോക്കിയേ. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോവാണ്. നമ്മള് ഫോട്ടോ എടുക്കാൻ പോവാണ്. എല്ലാവരോടും ഒരു ഫോട്ടോ എടുക്കട്ടെ. അതാരാ രണ്ട്? ഗായ്സ് നമ്മൾ നമ്മുടെ മണിയനെ കണ്ടുപിട്ടിട്ടാണ്. എടാ മണിയെ ടിക്കടാ. വാലാട്ടുമ്പോ മണിയാടും. അവിടെ ബോട്ടിംഗ് ഉണ്ട്. വിഷ് ടു ഗോ there but we don't have much money എന്ന് തോന്നുന്നു. സ്പീഡ് ബോട്ട് ആയിരുന്നു. we will go. ദേ ആ ഹാൻഡിലായിട്ടിരിക്കുന്ന സ്പീഡ് ബോട്ട് ആണോ ഗൈസ്? നമ്മളത് മിക്കവാറും we don't know. ചിലപ്പോൾ ഭാഗ്യമുണ്ട് നമ്മൾ ചിലപ്പോൾ വണ്ടിയെ കയറും. നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ഗാർഡിയൻസ് എവിടെയാണെന്ന് നമുക്കറിയില്ല. they are missing. അവര് മിസ്സിംഗ് ആയി, ഞങ്ങളല്ല മിസ്സിംഗ് ആയ, അവരാ മിസ്സിംഗ് ആയ. അവരെ കണ്ടുകിട്ടുന്നവർ ഞങ്ങളെ വിവിധ കമന്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. അവർ അച്ചുകൂട്ട. എനിവേ ബ്ലഡി ബുൾഷിറ്റ് ഗൈസ്. അൽഫോൻസിന്റെ വാച്ച് നമ്മുടെ അൽഫോൻസിന്റെ വിഷമങ്ങളെല്ലാം തീർന്ന പിന്നെ കൊള്ളാടാ. അവസാനം ചേട്ടാനെ തന്നെ ആക്കി നീ കേറി. ദേ എല്ലാം കൂടെ ഞങ്ങളങ്ങ് പർച്ചേസ് ചെയ്യട്ടെ. ഉയ്യോ വാണോ? ഉയ്യോ എന്നടാ നീ വെട്ടൂടാ തന്നെ. വാ ഒറിജിനല്ല. നമ്മുടെ ഒരു മച്ചാനെ ഇവിടെ കണ്ടിട്ടുണ്ട്. ബടിയേ
ഇത് കുങ്കുമൊക്കെ തൊട്ടൊരു മച്ചാനാണ്. ഇവൻ തന്നെ മൂക്കൽ ഇവൻ ഏതാ ഇവന്? എന്താണ് നിനക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ബൈ ബൈ. ഒരു മാല തരാവുന്ന എന്താ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും വേണോ ചേട്ടാ? സബ്സ്ക്രൈബേഴ്സിന് ഗീവ് അവേ കൊടുക്കാൻ എന്തെങ്കിലും ഗീവ് അവേ സബ്സ്ക്രൈബേഴ്സ് ഗീവ് അവേ 2 കോടിയുടെ കാർ ഉണ്ടായിരുന്ന മേരി എടുത്തു. ഇനി നമുക്ക് ഇങ്ങനത്തെ ഇനി ഫോർമുല കാർ വരെ ഇരിപ്പുണ്ടോ? F1 കാർ അതിനൊരു പഞ്ചില്ല. അത് വേണ്ട. അത് നമുക്ക് വല്ല സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ ഇത് ഇവരെ വല്ലതും കൊടുക്കാം. ഇതാകുമ്പോ വീട്ടു ജോലിക്കൊക്കെ ആളായ പോലും. അല്ലേ ഒരു പെൻസില് വേണ്ട അല്ലേ ഗൈസ്? നിങ്ങൾക്ക് വീട്ടിൽ വല്ല പരിപാടി ഉണ്ടോ? JCB വല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ തന്നെ പറ. നിങ്ങൾ കമന്റ് ചെയ്യും വാട്ട് യു വാണ്ട് ഗൈസ്. അതാകുമ്പോ അയലത്തെ കുറ്റം നോക്കാം, കുറ്റത്തെ അയലവും നോക്കാം. ചേട്ടാ നല്ലൊരു കാര്യമാണ്. അത് ഫിക്സ് അത് ഇവിടെ 2 കുപ്പിൾസ് ഉണ്ട്. അവർ കുറച്ചു നേരമായി കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഏതാ? ടോപ്പ് സ്റ്റേഷൻ. ഗൈസ് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ അവിടെ ഭയങ്കര അവിടെ നിന്ന് ഒരു വഴി ഇങ്ങനെ പറഞ്ഞു. അത് ഭയങ്കര റഷാണ് ഗൈസ്. കുറെ വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു വണ്ടിക്ക് പോകാനുള്ള വലിപ്പത്തിൽ നമ്മൾ ഇവിടം വരെ വരണം. ഇവിടം വരെ വന്നു കഴിയുമ്പോൾ പാർക്കിംഗ് ഇല്ലെന്നറിയോ വണ്ടി തിരിച്ച് എല്ലാവരും തിരിച്ചു പോകണം. അങ്ങനെ കുറച്ച് പേര് അങ്ങോട്ട് വരുന്നു, അവരെല്ലാം തിരിച്ച് പുറകോട്ട് പോകുന്നു. ഞങ്ങള് എവിടെയോ കൊണ്ട കുത്തിക്കയറ്റി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ട് അവരെങ്ങോട്ടാ പോയെന്നറിയോ? ഒഫീഷ്യൽ അല്ല, 2 കുട്ടിപ്പട്ടികൾ, പട്ടിക്കുട്ടികളല്ല കുട്ടിപ്പട്ടികൾ, കാട്ടം കെട്ടിപ്പിടിച്ചിറങ്ങുന്ന പട്ടിക്കുട്ടികൾ. ഇവർ ഇങ്ങോട്ടല്ല വന്നേ. ഇതൊക്കെ നൈസാണ്. ബൈക്കിന് വന്നാൽ ഇവിടം വരെ വരാം. അവിടെയാന്ന് തോന്നുന്നു. ഓ ഗായ്സ് നൈസ് യു. ഇതൊന്ന് മൂത്രമൊഴിക്കാൻ അങ്ങോട്ട് മോശാവോ? ചേട്ടാ ഇതാരോടെ സംസാരിക്കുന്നു? പേഴ്സണൽ വ്ലോഗ്. ചേട്ടാ പേഴ്സിനുള്ളിൽ വ്ലോഗൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. നമ്മളവിടെ പോയത് പോരാ, ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. അയ്യോ മടുത്തു ഗൈസ്. അങ്ങനെ വണ്ടി ഓടിച്ച് മടുത്തു. ഇവിടെ നിന്ന് അങ്ങ് പോകുന്നത് നല്ല ടാസ്ക്കാണ്. ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ അങ്ങോട്ട് പോകുന്ന ടാസ്ക്കാണ്. നമ്മൾക്കിനി അടുത്ത് നമ്മുടെ അണ്ണാച്ചി അണ്ണൻ തന്ന മാപ്പിന്റെ സെറ്റ് ഒരു വഴി നമ്മളിങ്ങ് പോകുന്നതിന്റെ അറ്റത്ത്. ഇനി നമുക്ക് ഈ റൂട്ടെല്ലാം തിരിച്ചു പോയിട്ട് വേണം. പിന്നെ മൂന്നാറിന്ന് അടുത്ത റൂട്ട് പോകണം. തിരക്കൊണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മള് തന്നെ അതിർത്തിയുണ്ട്. ഒരു ചാക്കറ്റ് എടുക്കട്ടെ. കമ്മോൺ ചോക്ലേറ്റ് ചാട്ടി കമ്മോൺ. നത്തിങ് കൊടുക്കാനുണ്ടോ? ഗയ്സ് നമുക്ക് ആർക്കും കൊടുക്കാനില്ല, നമ്മളെ ആർക്കും കൊടുക്കാനില്ല, നമുക്ക് തരാനും ആരും. നമുക്ക് അവിടെ വരെ തരണം. ആവോ ജൽത്തി ആവോ രംഗ് ബിരംഗ് കാവസിലാവോ. നമ്മുടെ ആൾക്കാരെ നമ്മളവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. Wow guys, it's nice to walk through the here. എന്തോ ഇംഗ്ലീഷ് വായി വന്ന കൊള്ളല്ലേ ഗൈസ്. ഹായ് ഗൈസ്. ഓ അതാണ് ഈ ടോപ്പ് സ്റ്റേഷൻ. നിങ്ങൾ കോട്ടയംകാരാണോ? ഹായ്. നിങ്ങൾ പോയോ? എന്നാ കണ്ടേ? ഈനാന്റെ മുഖം കണ്ടാരെ ആന്റി ഭയങ്കര ഹാപ്പിയാ. ആന്റിക്ക് ഒരു ഗാർഡനിൽ കയറാം. അതെ, പക്ഷെ ഗാർഡൻ നമ്മുടെ ചാറ്റിലേ ഇല്ല. ചേട്ടാ അവിടെ പോയിട്ട് കേട്ടാ. അൽഫി എന്നാ പട്ടം ജോസു. ഇതാണോ ടോപ്പ് സ്റ്റേഷൻ? എന്നാ ഇവിടെ എന്നാ ഉള്ള ഇതിന്റെ പേരിലോ എന്ത് ബിൽഡിംഗ് ഒക്കെ ഇവിടെ സാധനം കൊണ്ടുവന്ന് കെട്ടണ്ടാടാ.
അച്ചക്കുട്ട കൗണ്ടർ ഇരുത്തിയോ? എന്നാ 1 മണിക്കൂറിന് എത്ര പേർക്ക് കയറാം? അവരവിടെ ഇരിപ്പുണ്ട്. അവര് വരുമോ? ടിക്കറ്റ് എടുത്തു. അവര് വരുന്നില്ല. ടിക്കറ്റ് എവിടെയാ? നമ്മള് നേരത്തെ ഒക്കെ ഇവിടെ ടൂർ വന്നപ്പോ കേറിയതേ ചാൻഡീസുകാരുടെ എന്നാ വെച്ചത് ഡ്രിൽസ് ഡ്രോപ്പോ ആ സാധനമാണ് അവിടെ. ഇത് കണ്ട നൈസാണ്. അമ്പടി എല്ലാരും ഒരുമാതിരി മെടുപ്പായിരുന്നു അല്ലേ. ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിട്ട് തോന്നിയില്ല അല്ലേ? മലമുകളിൽ തൊടാൻ പറ്റില്ല. അതെ അതെ, അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലല്ലോ. വാ, ഇത് അതിന് മാത്രം ഒന്നുമില്ല, അത്രക്കൊന്നുമില്ല. അതെ 20 റുപ്പീസ് ഒരാ. ഈ സ്റ്റെപ്പ് കയറി 20 റുപ്പീസിന്റെ അല്ല, ആ മേളി ആ സ്റ്റെപ്പ് കയറി മേറി ചെല്ലുന്നതിന് നമുക്ക് 20 രൂപയാണ്. ആ ഗൈസ് കുറച്ച് വ്യൂസ് ഒക്കെ നൈസാണ്. അത്യാവശ്യം റഷ് ഉണ്ട്. നമുക്ക് കോർണർ നോക്കി കയറാം. അവിടെ ഒക്കെ നൈസാണ്. നമുക്ക് നാളെ ആ റൂട്ട് പിടിച്ചാലോ? നമുക്ക് അവിടെ പോയി നിൽക്കായിരിക്കുമോ? അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? അതിന് 20 രൂപ വഴിയാണോ അതോ? അതെ, അതാണ് തോന്നുന്നു. ആ വഴിയാ. ഇത് ഇങ്ങോട്ട് പോകാൻ തോന്നുന്നു. 100 മീറ്റർ എന്ത് പൈസ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഇനി അങ്ങോട്ട് നമുക്ക് പോകണം. അവിടെ പോയിട്ട് ബാക്കി കാണാം. ഇവിടെ എന്താ ഇല്ല. അയ്യോ, ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കാട്ടുള്ളി. നമ്മൾ ഇതിലെങ്ങനെ താഴോട്ട് ഇറങ്ങാൻ തോന്നുന്നു അല്ലേ ഗൈസ്? അവിടെ കണ്ടോ? ലെറ്റ്സ് ഗോ ദേ. അമ്മേ ഗൈസ്, ഇവിടെ നൈസ് വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ? പെട്ടെന്നൊന്നും പറയാൻ എഫേർട്ടിനുള്ളതൊന്നും ഇല്ല. വണ്ടിക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്ന അത് മടുപ്പ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ താഴെങ്ങാനും വണ്ടി ഇട്ട് നടന്നു. അതെ അതെ, അത് സത്യം പറയാം. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു തിരിവുണ്ട്, അവിടെ വണ്ടി ഇടുക, എന്നിട്ട് ഇങ്ങോട്ട് നടന്നാലും വേണ്ടില്ല. ഈ വണ്ടി കയറ്റിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ട് ഭയങ്കര മടുപ്പാണ്. പിന്നെ ഗൈസ് നമ്മുടെ കൂടെ വന്ന 3 സ്ത്രീ ജനങ്ങളും അവിടെ ഇരിക്കുകയാണ് പോസ്റ്റായിട്ട്. അവർക്ക് മടുപ്പായി പോയി. വിളിച്ച് താഴെ അവർ തെറി പറയും, മനസ്സിൽ അവർ തെറി പറയും. അത് കിട്ടിയിട്ടുണ്ട്. ഇതിലങ്ങ് പോകാൻ തോന്നുന്നു കേട്ടോ. അവിടെ പൂട്ടി കേട്ടോ. അല്ല, അങ്ങോട്ട് ഇറങ്ങാനുള്ള ഇത് സ്കോപ്പ് ചെയ്യില്ല. ഫൈനലി ഇതാണ് ഒരു മാക്സിമം ഡെസ്റ്റിനേഷൻ. ഇവൻ ഏതവൻ എടാ മച്ചു, അവൻ ആ കണ്ണാടി കാണുന്ന വല്ലതും പറഞ്ഞാൽ കൊടുത്തേക്കണം കേട്ടോ. എന്താ ചൊറിയുന്ന നീ? വള്ളിക്കണ്ട കുടിച്ച് താഴെ ഇട്ടാലേ വേണ്ട. ആ കാണുന്നുണ്ടല്ലോ, ആ കുത്തു പോലെ കാണുന്നത് എന്താണ്? കുറ്റികളാ ഗൈസ്. അവിടെ പാറ പോലെ കാണുന്നുണ്ട്. അത് നല്ല നല്ല കട്ടിയുള്ള പാറയാണ്, വെറും പാറയല്ല. അവിടെ കണ്ട ആ ഒരു പരന്ന പ്രദേശം കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങ് നിങ്ങൾക്ക് ഞാൻ വേണ്ടി ഇങ്ങനെ തൊട്ട് കാണിക്കുന്നത്. ആ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു പരന്ന സ്ഥലമാണ്. മലയുടെ ജോസ് പട്ടം പോലെ ജോസ് പട്ട വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പറത്തിക്കാൻ. അവിടെ പോയി ഫ്ലാഷ് ആയിട്ടുണ്ട്. നമ്മുടെ പട്ടം പറക്കാനുള്ള സ്പേസ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്താട്ടാ റോങ് ഉണ്ടോ? മച്ചാന്റെ സ്റ്റൈല് കണ്ടടാ. അതെങ്ങനെയാ മുടി സെറ്റ് ചെയ്ത്? ഇങ്ങനെ പേടിക്കല്ലേ, ഒന്നുമില്ലേലും കുരങ്ങനെ പോകാനല്ല. അയ്യോ, എന്റെ കൈ മുറിഞ്ഞിരിക്കുവാണ്. ഇറങ്ങാൻ നല്ല സുഖമാണ്. അതുപോലല്ല കയറാൻ അടപ്പിളങ്ങാം. ശ്വാസം മുട്ട്
അയ്യോ കയറി വരുമ്പോ ശ്വാസം വിട്ടൂലേ. അത് അങ്ങ് താഴെപ്പോ അയ്യോ അയ്യോ ശ്വാസം വിട്ടു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം വിട്ടു. പിന്നെ ഇപ്പൊ ചെന്നാ കിട്ടും. അപ്പൊ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ കുറച്ചങ്ങ് ഇറങ്ങി വരുമ്പോ ഒരു കടയുണ്ട്. താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി വന്നു. അല്ലേ താഴെ ഇറങ്ങി നമ്മളെ വണ്ടി എടുക്കാൻ ഇനിയും കുറച്ച് നടക്കണം. അപ്പൊ നമ്മൾ വിചാരിച്ചു റോസമ്മയുണ്ട്, അപ്പൊ അമ്മയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. അമ്മ എന്നാ അമ്മേ ക്യാമറ കണ്ടപ്പോ അമ്മയ്ക്ക് ഒരു പുച്ഛം, നിനക്കൊന്നും വേറെ വടിയില്ലടാ. അതെ അപ്പൊ നമ്മളിനി അൽവി ഗൈസ് സബ്സ്ക്രൈബേഴ്സിനോടാ. അപ്പൊ ഇനി നമുക്ക് അവിടെ വരെ നടന്നു പോയി ഞങ്ങൾ പോയി കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരും, ഒരു ചായ കുടിക്കാന്ന് ഓർത്തപ്പം നമ്മളിത് ഇരുന്നില്ല. അത് അവിടെ നമുക്ക് നമ്മുടെ ചായ അടിച്ചോണ്ടിരിക്കുന്നു. ചായ 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 കുടിച്ചിട്ട് അവിടെ പോയി വണ്ടി എടുക്കണം. അല്ലേ അൽഫോൻസേ? ഗൈസ് അപ്പൊ നമ്മള് യാത്രയെല്ലാം കഴിഞ്ഞ് മൊത്തം എല്ലാവരും മടുത്ത് ചത്തു കുത്തി വ്ളോഗ് എടുക്കാൻ പറ്റിയത് എല്ലാവരും മടുത്തു തെറ്റി. ഞങ്ങൾ അവസാനം കഴിക്കാൻ സമയം ഇപ്പോൾ എത്രയായി? 9 മണി ഏകദേശം. ഇവിടെ ഒന്നും കടയില്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുറേ പോകുന്നു. എത്ര കിലോമീറ്ററായി? എത്ര കിലോമീറ്റർ പോന്നോ? ഒരു 10 കിലോമീറ്റർ പോന്നോ? അത്രയും കിലോമീറ്റർ പോന്നു. നമ്മളിപ്പോൾ ഒരു ഓട്ടോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ ഞങ്ങൾ നാളെ സൺറൈസ് കാണാൻ പോയിരിക്കുകയാണ്. അതിനുള്ള ജീപ്പ് മാത്രമേ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ സീസൺ ആയാലും 3 മണിയാകുമ്പോ ഇറങ്ങിയിട്ടുണ്ടോ? എത്ര കിലോമീറ്റർ ട്രക്കിങ്ങോ? ഒന്നാവൂ. ഇച്ചിരി മാറിക്കണം. ഞാൻ ഈ കൈയൊന്ന് വാഷ് ചെയ്തിട്ട് പോകണം. എനിക്കിത്ര സോപ്പും മാപ്പും ഒന്നും വേണ്ട. ഉയ്യോ സ്വർഗം ഗൈസ്, അടിപൊളി സാധനം. പൊറോട്ടയ്ക്ക് എനിക്ക് പൊറോട്ട കടലക്കറി. ചിക്കൻ്റെ കറിയോ? ഒരു പീസാണോ ഒരെണ്ണത്തിനകത്ത്? ഒരു ചിക്കൻ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് നമ്മൾ വിശന്ന് മറിഞ്ഞു വന്നിരിക്കുകയായിരുന്നു. അപ്പം ദൈവം സന്തോഷമായിട്ട് ദൈവം ഒരു അടിപൊളി കട കാണിച്ചു തന്നു. വലിയ സെറ്റപ്പ് ഒന്നുമെങ്കിലും ഫുഡ് pretty good. സന്തോഷം വയറ് നിറഞ്ഞില്ലെങ്കിലും മനസ്സ് നിറഞ്ഞ് എല്ലാം നിറഞ്ഞു. അവിടെ ചെന്നാണല്ലോ How was the food? സൂത്രം കാണിച്ചു തരാം. കളഞ്ഞ് മാറ്റി ഇവർക്ക് ആ ഒരു കടലമുട്ടായും കൂടെ ഓരോന്ന് കിട്ടുമായിരുന്നു. How was the food? ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ്. അൽഫോൻസേ? നമ്മൾ ഒരു 4-5 കിലോമീറ്റർ തപ്പിയാണ് ഫുഡ് തപ്പി വന്നത്. നമുക്ക് വേണ്ടി കാത്തിരുന്ന നമുക്ക് വേണ്ടി നമുക്ക് കട അടയ്ക്കാൻ നോക്കി നിന്ന ഒരാളാണ് നമുക്ക് വേണ്ടി. ഇവനാണ് നോക്കി നിർത്തിയത്. വയ്യ വയ്യ ഹായ് കണ്ടോ? ഇത്രയേ ഉള്ളു. ചേച്ചിയുടെ പേരെന്നാ ചേച്ചി? ശശിധര. ശശിധര ചേച്ചിയുടെ കട.
അങ്ങനൊന്നും അല്ലടേ. അമ്മയ്ക്ക് വേണം ചേച്ചി. ആ ഞാൻ കൊടുത്തോളാം. അപ്പൊ എത്ര ചേച്ചി? പണിന് പൂമഴ. ഇത് വേണോ? വേണ്ടെന്ന് പറയായിരുന്നു. ഒരെണ്ണം മതിയില്ലേ? റോസമ്മയ്ക്ക് വേണ്ട? റോസമ്മേ ആ റോസമ്മയ്ക്ക് വേണ്ട. അപ്പം ഇങ്ങനെ തരും. കൈക്കൂടി ഇട്ട് കൈക്കൂടി ഇട്ട് കയറിയോ? ഞാൻ ജീപ്പ് എടുത്തോളാം. മറ്റേ കാറെന്ത് താക്കോലെന്ത്? അല്ല കാറിന്റെ താക്കോല് ഇതന്നെ, വീടിന്റെ താക്കോലൊക്കെ ജീപ്പ കാണും. നമ്മളിത് അവസാനം നമ്മൾ റൂമൊക്കെ കിട്ടി. നമ്മൾ ഫുഡ് കഴിച്ചത് കണ്ടല്ലോ. നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ നമുക്ക് വീഡിയോ എടുക്കാനെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുള്ള സമയം നമ്മളെല്ലാം ഇങ്ങനെ എല്ലാം ചെയ്ത് അപ്പം നമ്മൾ അവരെല്ലാവരും ഇവിടെ കുറച്ചപ്പുറം മാറി 2 റൂം ഇട്ടിട്ടുണ്ട്. നല്ല റൂമാണ്, നല്ല ഇതൊക്കെ ആയിട്ടുള്ള അടിപൊളി റൂമാണ്. ഇപ്പം ഞങ്ങളിതേ അൽഫോൻസ് ഉണ്ട്, ജോസു, ഞങ്ങൾ ബോയ്സ് എല്ലാവരും ഇവിടെ ഒന്നുകൂടെ കാണിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ആൽഫി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ വേറൊരു റൂമിൽ ഇച്ചിരി കൂടെ മാറി ഒരു റൂമിൽ വലിയ ഇതൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവര് 3 പേരുടെ ഒരു ഇത് കൂടി ഒരു കാട്ടിലും പിന്നെ അത്യാവശ്യം സൗകര്യം എല്ലാം ഉണ്ട്. അതോടെ നല്ല റൂമാണ്. ഇത് നല്ല റൂമല്ലെന്നല്ല, എന്നാലും നമുക്ക് ഈ രാത്രിയിൽ ഇത് തന്നെ കിട്ടിയത് ദൈവാനുഗ്രഹം. അവരുടെ നല്ല റൂമാണ്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് പേര് കിടക്കണം, ഇവിടെ 2 പേര് അങ്ങനെ കിടക്കാനാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, അതൊരു ബാത്റൂമും ഉണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? അതെ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു ഞങ്ങൾ. അതെ ആദ്യം തന്നെ മൂഞ്ചി പോയതുകൊണ്ട്. എനിവേ ആൽഫിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാ നല്ലതായിരുന്നു എന്ന് പറയാൻ തന്നെ ഇരിക്കും. എല്ലാം നല്ലതിലല്ലേ. എന്നാ മടുപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? ജോസ് പറയടാ. എൻജോയ്ഫുൾ ആയിരുന്നു അൽഫാൻസേ. ടോക്ക് അബൌട്ട് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാല് കുറെ പേർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആന്റിമാർക്ക് എൻ്റെ അമ്മയൊക്കെ മൊത്തം ഇരുന്ന് ഉറക്കമായിരുന്നു. നീനിമാനിക്കൊക്കെ നല്ല ബോറടിച്ചിട്ടുണ്ട്. നീനിമാനിക്ക് ഒരു ഗാർഡൻ ഒക്കെ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആന്റി ഉദ്ദേശിച്ച പോലെ ഒന്നും. ആന്റിയുടെ ഒരു പാർട്ടി കൂടെ അല്ല നമ്മള് പോകുന്നത്. അപ്പൊ ആന്റിക്ക് അതിൻ്റെതായ ഷാർപ്പിളോട്ടോ മുന്തിരിത്തോട്ടോ ഇല്ലെങ്കിൽ അതിനൊരു ഗാർഡനിൽ ഇറക്കട്ടെ. പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോ നമുക്ക് അതിനുള്ള സമയവും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങാൻ ഒരു പെർ പേഴ്സൺ 60 രൂപയായിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ എല്ലാവരും മടുത്തു. എല്ലാവർക്കും ഇവിടെ ഇറങ്ങണം എന്ന് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങിയില്ല. ആന്റിക്കും മടുപ്പാണ്. പിന്നെ റോസമ്മയ്ക്ക് ഇങ്ങനെ യാത്രയൊന്നും പറ്റത്തില്ലാത്ത. പിന്നെ റോസമ്മ നമ്മളെല്ലാവരും വരുന്നു. അതുകൊണ്ട് നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് വന്നു. പക്ഷെ റോസമ്മയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇനി നമുക്ക് അപ്പൊ ഇന്നത്തെ യാത്ര അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടൊന്നുമില്ല. അതിനായിട്ടുള്ള ഒന്ന് ആവറേജ് എന്ന് പറയാനുള്ള അത്ര ഐ മീൻ അങ്ങനെയല്ല, ഒത്തിരി മടുപ്പായിരുന്നു പറയത്തില്ല. അങ്ങനെയല്ല, നമ്മള് ചിലരൊക്കെ പോയി കണ്ടടമൊന്നും അത്ര നമുക്ക് കാണാൻ മാത്രം നമ്മുടെ ലെവലിൽ വന്നിട്ടില്ല. മലകൾ അത്ര നമ്മളെ പിടിച്ചെടുക്കില്ല. നാളെ രാവിലെ നമ്മളൊരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് രാവിലെ അതിന് 3 മണിയാകുമ്പോൾ എഴുന്നേക്കണം. സൺറൈസ് കാണാൻ പോകാനാണ്. അത് എഴുന്നേക്കോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. എഴുന്നേറ്റ് അത് ബാക്കിയുള്ള നിങ്ങൾക്ക് കാണാം. അപ്പം അതെങ്ങനെ ഉണ്ടാവും അറിയത്തില്ല. അതെങ്കിലും നമ്മളൊന്ന് സെറ്റായി. അത് ഇനി കൊള്ളത്തില്ലേലും വരുമ്പോൾ എല്ലാവരോടും അടിപൊളിയായിരുന്നു പറയണം കേട്ടോ. ഇല്ല ഭയങ്കര മൂഞ്ചല്. നാളെ രാവിലെ 3 മണിയാകുമ്പോൾ എഴുന്നേക്കണം ആദ്യം. അപ്പൊ കേസ് നമ്മള് സമയം എത്രേ 10 മണിയായി. അപ്പൊ കേസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് തീരുവാണ്. അപ്പം ടാറ്റാ ബേബിയോടെ ഉമ്മ കൊടുക്ക് ജസു. ആൽഫിയുടെ ബേബി വഴക്ക് പറയായിരുന്നു. ചേട്ടാ ഉമ്മ കൊടുക്കത്തില്ല. ചേട്ടാ കുടിക്കട്ടെ, ഒരു ഉമ്മ കൊടുത്തു. ചേട്ടാ ഒരു ഉമ്മ കൊടുക്കട്ടെ.
ഞാൻ വരികയാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്, വി ആർ വൈൻഡപ്പിംഗ്.